നാടെങ്ങും കള്ളന്മാർ വിലസുന്നതായി നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ നിരന്തരം കാണാറുണ്ട്. കുറുവാ സംഘം എന്ന് കേട്ടാൽ പേടിക്കാത്ത മലയാളികളുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് സംഘടിതരായി എത്തി സംഘം ചേർന്ന് താമസിച്ച് പകൽ മീൻപിടുത്തവും അതുപോലെ തന്നെ മറ്റു തൊഴിലുകളിലും ഏർപ്പെടുന്ന ഇവർ രാത്രികാലങ്ങളിൽ അർദ്ധനഗ്നരായി ശരീരം ആസകലം എണ്ണയോ കരിയോയിലോ ഒക്കെ പൂശിയിട്ട് മാരക ആയുധങ്ങളുമായാണ് മോഷ്ടിക്കാനിറങ്ങുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം വരും. പക്ഷേ കുറുവാ സംഘത്തിന് കേരളത്തിൽ വ്യാജ പതിപ്പിറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം, വിശ്വസിച്ചേ തീരൂ. നമുക്കറിയാം, പത്തനംതിട്ടയിലും കൊല്ലം ജില്ലയിലുമൊക്കെ അടുത്ത നാളുകളിൽ, അതായത് സമീപ ഭൂതകാലത്ത് നടന്ന ചില സംഭവങ്ങൾ. ബാറ്റ്മാൻ വിവാദം, ബാറ്റ്മാൻ ഇങ്ങനെ ആളുകളെ പേടിപ്പെടുത്തുന്നു, പൊയ്ക്കാല് വെച്ച് പേടിപ്പെടുത്തുന്നു, ആളുകളെ പേടിപ്പെടുത്തുന്നു എന്ന് വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ എന്താണ്, വീടുകൾക്ക് നേരെ, ചില്ലുകൾക്ക് നേരെ കല്ലേറ് നടക്കുന്നു, അങ്ങനെ ഭീതി പരത്തുന്നു എന്ന വാർത്തയും വന്നു. അതുപോലെ തന്നെ മനുഷ്യ മാലിന്യം വീടുകൾക്ക് നേരെ വലിച്ചെറിയുന്നു, ഇങ്ങനെയുള്ള വാർത്തകളും നമ്മൾ വായിച്ച് പേടിച്ചിട്ടുണ്ട്. എന്നാൽ കുറുവാ സംഘത്തിൻ്റെ അതേ മാതൃകയിൽ ഇമാതിരി പേടിപ്പെടുത്തൽ നാടകവുമായി ഇറങ്ങിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ ചില കള്ളന്മാർ അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധർ. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഈ വ്യാജ കുറുവകൾ 2 വീടുകളാണ് ആക്രമിച്ചത്. അത് എന്താണ്, രാത്രിയായി 11:45 സമയം. പക്ഷേ വീടിൽ വെളിച്ചമുണ്ട്. വീടിൻ്റെ പൂമുഖത്ത് ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടോ പുസ്തകം വായിച്ചുകൊണ്ടോ മൊബൈൽ കണ്ടുകൊണ്ടോ ഇരിപ്പുണ്ട്. ആ സമയത്താണ് വീടിന് നേരെ ഇവരുടെ ആക്രമണം നടക്കുന്നത്. വരുന്നു, കല്ലെറിയുന്നു, വീട്ടുകാർ ബഹളം വയ്ക്കുമ്പോൾ ഓടിമറയുന്നു. 2 പേരെ കണ്ടുവന്ന് ഈ പെൺകുട്ടി മൊഴിയും കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോൾ വീട്ടിൽ വന്ന് വാതിൽക്കൽ മുട്ടും. എന്നിട്ട് കുറുവാ സംഘങ്ങൾ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കും. എന്നിട്ട് പൈപ്പിലെ പുറത്തെ ടാപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിടും. അപ്പോൾ ആളുകൾ എന്തെയും പേടിച്ചിട്ട് അയ്യോ കുറുവാ സംഘം എത്തി, ഇപ്പോൾ ആക്രമിക്കപ്പെടുമെന്ന ധാരണയിൽ ഇവർ പേടിച്ച് വിരണ്ട് വീട്ടിനകത്തിരുന്ന് പോലീസിനെ പതിയെ വിളിക്കും. അപ്പോൾ ഇവർ വിരണ്ടു, അകത്ത് ലൈറ്റ് തെളിഞ്ഞു എന്നറിയുമ്പോൾ ഈ കള്ളന്മാർ ഓടിമറയും. അങ്ങനെ കുറുവാ സംഘത്തെ അതേമാതിരി അവതരിപ്പിച്ച് അല്ലെങ്കിൽ അനുകരിച്ച് നാടെങ്ങും ഭീതി പരത്തുന്ന ഒരു സംഘമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. മുമ്പ് ബാറ്റ്മാനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മനുഷ്യമാലിന്യം വീടുകളിലേക്ക് എറിഞ്ഞ ആളുകളെ പിടികൂടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം, ജനൽ ചില്ലിൽ കറുത്ത ടേപ്പൊക്കെ ഒട്ടിച്ച് വീട് മാർക്ക് ചെയ്തിട്ട് പോകുന്നുവെന്ന അടയാളമൊക്കെ വെച്ചിട്ട് ആളുകളെ പേടിപ്പിച്ച വിരുദ്ധൻ, അയാളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ പോലീസിൻ്റെ കണ്ണിൽ നിന്ന് ഇവർ രക്ഷപ്പെടില്ല. എങ്കിലും ഈ അടുത്ത നാളെ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതിന് തുടക്കം. കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ, മറ്റേ വളപട്ടണത്ത് നടന്ന മോഷണം പോലും കുറുവാ സംഘത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുത്ത മുൻ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നുണ്ട്. എല്ലാം കുറുവാ സംഘത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഈ കുറുവാ സംഘത്തിൻ്റെ മോഷണ രീതി വേറെ ഒരു സംഭവമാണ്. അതായത് മോഡ് ഓഫ് ഓപ്പറേഷൻ അത് വേറൊരു തരത്തിലാണ്. അവരിങ്ങനെ സംഘം ചേർന്നാണ് എത്തുന്നത്. 1, 2 അല്ലെങ്കിൽ 3 ആളുകൾ ഈ സംഘത്തിലുണ്ടാകും. എതിർക്കാൻ വരുന്നവരെ കായികമായി പ്രതിരോധിക്കാൻ പാകത്തിൽ ആയുധങ്ങളും അതുപോലെ തന്നെ കായിക ശേഷിയും അവർക്ക് ഉണ്ടാകും. അവരൊരു വീട് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി അവർ മോഷണം നടത്തിയിരിക്കും. മോഷണം നടത്തുകയാണ് അവരുടെ ലക്ഷ്യം. മോഷ്ടിച്ച് മുതലും കൊണ്ട് അവർ കടക്കുകയും ചെയ്യും. എതിർക്കാൻ വരുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ ആളുകളൊക്കെ വിജിലൻ്റ് ആയിരുന്നു. ആലപ്പുഴ ജില്ലയിലും തൃശ്ശൂരിലുമൊക്കെ ആളുകൾ വിജിലൻ്റായി ഈ കുറുവാ സംഘത്തെ പിടികൂടാനൊക്കെ ഇറങ്ങി നടന്നു. എന്നിട്ട് കേരള പോലീസ് ഇവരെ എറണാകുളത്ത് വെച്ച് പിടികൂടിയത്, ആ ഓപ്പറേഷനൊക്കെ നമ്മൾ ലൈവായി തന്നെ കണ്ടതാണ്. അപ്പോൾ കുറുവാ സംഘം എന്താണ്, അവർ ഒളിച്ചു കിടക്കുന്ന രീതി പോലും ഭയങ്കരമാണ്. ഭൂമിയിൽ കുഴിയെടുത്ത്, തറനിരപ്പിൽ നിന്ന് താഴോട്ട് കുഴിയെടുത്തിട്ട് അതിനകത്താണ് ഈ കള്ളൻ ഒളിച്ചു കിടക്കുന്നത്. അതിന് പുറകെ ടാർപ്പാളും മൂടിയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു മറ്റേ തീവ്രവാദികളും അത് ഭീകര സംഘടനകളിലെ ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ അത്രമാത്രം ആസൂത്രിതമായാണ് കുറുവാ സംഘം മോഷണത്തിന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംഘങ്ങൾ വന്നാൽ അവരും ഇതുപോലെ അക്രമകാരികളാണ്. അവരും ഇതുപോലെ മോഷണത്തിന് വന്നു കഴിഞ്ഞാൽ മോഷ്ടിച്ചിട്ട് തിരികെ പോകും. ചിലർ മാത്രമേ സ്ത്രീകളെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില കള്ളന്മാരാണെങ്കിൽ വീട്ടിൽ ആരുമില്ലെങ്കിൽ അവിടെ പാചകം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാചകം ചെയ്ത് കഴിച്ചിട്ടൊക്കെ പോകുന്ന കള്ളന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറുവാ സംഘം എന്ന വ്യാജേന ആളുകൾ ഇറങ്ങി ഇങ്ങനെ പേടിപ്പിക്കുകയാണ്. മോഷണമല്ല അവരുടെ ലക്ഷ്യം. അവരോട് വിരോധമുള്ള ഏതെങ്കിലും വീട്ടുകാരുണ്ടെങ്കിൽ ആ വീട്ടുകാരെ ഒന്ന് പേടിപ്പിക്കുക. അതിന് കുറുവാ സംഘത്തിൻ്റെ മാതൃകയിൽ ചെന്ന് ഓരോരോ ഗോഷ്ഠികൾ കാണിക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. പല ജില്ലകളിലും ഇതിങ്ങനെ പരോക്ഷമായൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ പരാതിപ്പെടാൻ മടിക്കുന്നുണ്ട്. കാരണം ഇത് കുറുവാ സംഘമല്ലേ, ഇവർക്കെതിരെ ഇനി പരാതി കൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ യുവമാരിനി വീണ്ടും വന്ന് ആക്രമിക്കുമോ എന്ന ഭയം വീട്ടുകാരെയും അലട്ടുന്നുണ്ട്. ഏതായാലും ഈ സംഘത്തിനെതിരെ പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട്. ശാസ്താംകോട്ടയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആദ്യമായി. ശാസ്താംകോട്ട പോലീസ് അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്.
ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഭവനഭേദനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, മോഷണം നടന്നില്ലെങ്കിലും ഭവനഭേദനം, ഭീഷണിപ്പെടുത്തൽ, വധശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി യുവമാരെ അഴിക്കുള്ളിലാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് കുറുവാ സംഘം എന്ന വ്യാജപ്പതിപ്പ്, കുറുവാ സംഘത്തിന്റെ വ്യാജപ്പതിപ്പ് ശരിക്കും പറഞ്ഞാൽ കുറുവാ സംഘത്തിന് തന്നെ നാണക്കേടായി തീരുന്ന തരത്തിലാണ് നടത്തുന്നത്. കുറുവാ സംഘം അല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളോട് ശത്രുതയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ശബ്ദം കേട്ടുക ഇറങ്ങി അവരെ പിടികൂടി പോലീസിനെ കൈമാറുക എന്ന ജാഗ്രത നിങ്ങൾ പുലർത്തണമെന്ന് തന്നെയാണ് പോലീസിനും നിങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം.